ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മുടെ തംബ്നെയിലുണ്ടായിരുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നിഫ്റ്റിയുടെ ഭാവി അല്ലെങ്കിൽ നിഫ്റ്റി ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്. അപ്പോൾ പലരും വലിയ വലിയ ലോസിലായിരിക്കും, ചില ആളുകൾ ചെറിയ ലോസിലായിരിക്കും. ബട്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യയിലെ ട്രേഡേഴ്സ് ലോസിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നതും. ഒരു സ്വിംഗ് ട്രേഡിന് വേണ്ടി വാങ്ങിയതും ഇൻട്രാഡേ വാങ്ങിയ പല പൊസിഷൻസും മാർക്കറ്റ് ഇടിഞ്ഞതോടുകൂടി തദൈവ എന്നുള്ള രീതിയിൽ റിവേഴ്സലായിട്ട് പോയിട്ടുണ്ട്. സോ അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയുള്ളവർ മാത്രമായിരിക്കും മാർക്കറ്റ് പിടിച്ചിരിക്കാൻ കഴിയുക? ഒരു കൺട്രോൾഡ് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത ആളുകൾ മാത്രമായിരിക്കും നിഫ്റ്റിയിൽ ഇപ്പോൾ പിടിച്ചിരിക്കാൻ കഴിയുക. അപ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഇന്നാണെങ്കിൽ ഭയാനകമായ രീതിയിലുള്ള ഒരു സെല്ലിംഗ് ആണ് ഉണ്ടായത്. അത്രയും ബാഡ് മാർക്കറ്റായിരുന്നു. അപ്പോൾ ആളുകൾ പതിവായി ചെയ്യുന്നൊരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് അവർക്ക് പറ്റാത്തത്ര ക്വാണ്ടിറ്റി അവർ ഹോൾഡ് ചെയ്യും. നിഫ്റ്റിയിൽ അവർക്ക് ലാഭം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്സിൽ കൂടുതൽ ലാഭം ഉണ്ടാവാനായിട്ട് അവർക്ക് പറ്റാത്തത്ര ക്വാണ്ടിറ്റി അവർ വാങ്ങുകയും ചെയ്യും, അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചെറിയതായിട്ടൊന്ന് മാർക്കറ്റിൽ നിന്ന് ക്രാഷ് വരുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. സോ അങ്ങനെ ആ നഷ്ടം കണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെ. അല്ലാതെ നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിൽ പല ആളുകൾക്കും ഇപ്പം ചിലർ 50,000 വെച്ചായിരിക്കും ട്രേഡ് ചെയ്യുന്നത്, ചിലർ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, ഈ 5 ലക്ഷം വരെയൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് നല്ല രീതിയിൽ ലോസ് വരും. അപ്പോൾ 10,000 രൂപയാണെങ്കിലും 50,000 രൂപയാണെങ്കിലും നമ്മൾ റിസ്ക് റിവാർഡ് എന്നുള്ള കാര്യം മാക്സിമം കീപ്പ് ചെയ്ത് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്സിൽ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ ലാഭം. അപ്പോൾ ഈ ലോസ് വരാൻ സാധ്യത എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഒരു ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ നമുക്ക് ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലോസ് വന്നാലും നമുക്ക് ഇഷ്യൂ ഇല്ല എന്ന് തോന്നുന്ന ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വയ്ക്കാവൂ. അല്ലാതെ ചെയ്യുന്നവർക്കാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ, ഒരു മെൻ്റലി എന്താണ് ഭയം, അടുത്തത് എന്താണെന്നുള്ളൊരു ഭയം വേണ്ടി വരുന്നത്. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കാം. അപ്പം ഇതുവരെ നമ്മുടെ ട്രേഡിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ടെലിഗ്രാമിൽ ഇപ്പം നമ്മുടെ സ്വിംഗ് ട്രേഡിന് വേണ്ടി നല്ല പൊസിഷൻസ് ഒക്കെ ഇടുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം വന്ന് വീഡിയോ കാണുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കത് ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസിനെ കുറിച്ച് സംസാരിക്കാം. ഈ 24,600 എന്നുള്ളൊരു റേഞ്ച് കണ്ടോ? ആ റേഞ്ചാണ് ഇനി നിഫ്റ്റിയിൽ ഫസ്റ്റ് ഹോപ്പ്, ബയേഴ്സിൻ്റെ ഫസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നിഫ്റ്റി ഹോൾഡ് ചെയ്താൽ മേ ബി വീണ്ടും ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് 24,600 എന്നുള്ള റേഞ്ച് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു റേഞ്ച് എന്ന് പറയുന്നത് 24,400 to 24,300 എന്നുള്ള റേഞ്ചാണ്. അതും ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ റേഞ്ചിന് മുകളിൽ നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് തന്ന മേഖലയാണ്. ആൻഡ് ഈ ഒരു മേഖല മെയ് മാസത്തിന് ശേഷം ഇതുവരെയായിട്ട് മെയ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞ 4 മാസമായിട്ട് മാർക്കറ്റ് ഈ ഒരു സോൺ തകർത്തിട്ടില്ല. മറിച്ച് നിഫ്റ്റി ഈ ഒരു ഏരിയ 24,600 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് 24,300 എന്നുള്ള റേഞ്ചും ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ നിഫ്റ്റിയെ കാത്തിരിക്കുന്നത് അതിഭയാനകമായ സെല്ലിംഗ് തന്നെയായിരിക്കും. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഒരു മോശം അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു 24,320 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൺഫേംഡ് ആണ് നേരെ മാർക്കറ്റ് വരാൻ പോകുന്നത് 23,880 എന്നുള്ള റേഞ്ചിലായിരിക്കും. ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് ക്വിക്കലി എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഹ്യൂജ് സെല്ലിങ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബയേഴ്സിൻ്റെ ലാസ്റ്റ് ഹോപ്പായാണ് ഈ 2 സോൺസും 24,300 to 400 24,600 എന്നുള്ള റേഞ്ചും. ഈ 2 റേഞ്ചും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിഫ്റ്റിയിൽ സ്വിംഗ് ട്രേഡേഴ്സായ നമുക്കൊക്കെ ഒരു മോശം അവസ്ഥയിലായിരിക്കും പോകുന്നത്. ഒരു ടോട്ടലി ബേറിഷ് മാർക്കറ്റിലേക്ക് നിഫ്റ്റി എത്തുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഉള്ള ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ട്രേഡ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പുതിയ പൊസിഷൻസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ഞാൻ മാറി നിൽക്കാറില്ല. മേ ബി 1-2 ട്രേഡ്സൊക്കെ ട്രയൽ അടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഭയങ്കരമായി കുറയ്ക്കാനേ തന്നെ ഞാൻ പറയും. ഹാഫായിട്ട് കട്ട് ചെയ്യുക ഇപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിന്നും. ശേഷം മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ആ ഒരു സ്റ്റോപ്പ് ലോസ് തിയറി നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ മാത്രമേ ഒരു നിഫ്റ്റിയിലെ ബേറിഷ് അവസ്ഥയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. മാക്സിമം കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്ത് നിഫ്റ്റിയിലെ റിവേഴ്സലിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ 24,420 അല്ലെങ്കിൽ 24,600 നിന്ന് ഉടനെ തന്നെ റിവേഴ്സൽ വന്നാൽ കയറി ഒരുപാട് സ്റ്റോക്സ് വാങ്ങുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം
അടുത്ത പുതിയ ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ലോസ് തന്നെ ആയിരിക്കും. മേ ബി ഒരു 2-3 ദിവസം ഈ 24,320 എന്നുള്ള ഏരിയയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അവിടെ ബയേഴ്സ് കുറച്ച് കൺട്രോൾ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു 3-4 ദിവസത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ. ഈ 24,320 to 24,400 എന്നുള്ള ഏരിയയിൽ 3-4 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഒരു അപ്സൈഡ് തരുന്നതെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്കൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. കാര്യം അവിടെ ബയേഴ്സ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് കൊണ്ടുപോയി എന്ന് സൈക്കോളജിക്കലി നമുക്ക് വിശ്വസിക്കാം. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വേണം നമ്മൾ കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുക, നിലവിലുള്ള ട്രേഡ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ റൺ ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റിലാവുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ശേഷം ആ ക്യാഷ് ഹോൾഡ് ചെയ്യുക ബാക്കി. ഓക്കെ, അപ്പം ഇതാണ് നിഫ്റ്റിയുടെ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ. ഈ 2 സോൺസും നമ്മൾ കോസ്റ്റ്ലി വാച്ച് ചെയ്യുക, 24,600 ആൻഡ് 24,300. അപ്പം കൂടുതൽ ട്രേഡ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് ഉള്ള ലോസ് വരുത്തി വയ്ക്കാതെ മാർക്കറ്റിൽ കുറച്ച് കാമായിട്ട് നിങ്ങൾ ഇനിയുള്ള ഓരോ എൻട്രീസും പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രം എടുത്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം നല്ല ലോസിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അതിനെന്താ വേണ്ടത്? കുറച്ച് ക്ഷമയും വേണം, ഇങ്ങനെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യണം, ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ പക്കയായിട്ട് കീപ്പ് ചെയ്യണം. ഇത്രയും ചെയ്താൽ നമ്മൾ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വേറെ സ്റ്റോക്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് നിഫ്റ്റി ഒന്ന് തീരുമാനമായ ശേഷം മാത്രം പുതിയ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.